എൻ്റെ പേര് കൃത്യ. ഞാൻ GFHSS ബേക്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഉണ്ടായിരുന്ന, വ്യത്യസ്തങ്ങളായിരുന്നു. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഗാലറിയിലെല്ലാം സന്ദർശിച്ചപ്പോൾ നല്ലൊരു പുതിയ അനുഭവമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. രുക്മിണി ടീച്ചർ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ത്വക്ക് നമുക്ക് തൊട്ടറിയാനുള്ളത്, ചെവി നമുക്ക് നല്ലത് മാത്രം കേൾക്കാനുള്ളത്, കണ്ണ് നല്ലത് കാണാനുള്ളത്, നാവ് കൊണ്ട് നമ്മൾ ഒരാളെ പോലും നോവിക്കരുത്, നല്ല വാക്കുകൾ കൊണ്ട് മാത്രം എല്ലാവരെയും സഹായിക്കുക, ആരെയും നമ്മൾ ഒരു വാക്ക് കൊണ്ട് പോലും നോവിക്കാതെ എല്ലാവരെയും നല്ല പോലെ നമ്മൾ സഹായിക്കുക. വെരി ഗുഡ്. എൻ്റെ പേര് അതുല്യ. ഞാൻ ബേക്കൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ കുറേ അറിവുകൾ നേടി. ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്ക് ഫീലായത്. കർഷക അധ്യാപകന് അവാർഡ് കിട്ടിയ ഭാസ്കരൻ മാഷ് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രകൃതിയെ പാട്ടിലൂടെയും കഥയിലൂടെയും നമുക്ക് കുറേ അറിവുകൾ നേടി. പിന്നെ രുക്മിണി അമ്മയുടെ നാവിലൂടെ നല്ലതേ രുചിക്കാൻ പാടില്ല, കണ്ണിലൂടെ നല്ലത് മാത്രം കാണുക, ചെവിയിലൂടെ നല്ലത് മാത്രം കേൾക്കുക. എൻ്റെ പേര് ആദിത്യ. ഞാൻ GFHS ബേക്കൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ സ്കൂളിൻ്റെ കൂട്ടുകാരുടെ കൂടെ ആനന്ദാശ്രമത്തിലാണ് വന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം പുറത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇവിടെ കുറേ മരങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ ഭയങ്കര പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണിത്. ഇവിടെ കയറിയപ്പോൾ തന്നെ ആദ്യം ഞാൻ പരിചയപ്പെട്ടത് രുക്മിണി ടീച്ചറെ ആയിരുന്നു. ടീച്ചർ നമ്മൾ ഗാലറിയൊക്കെ കാണിച്ചു തന്നു. ടീച്ചർ പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടതേ കണ്ടുവിടൂ, കേൾക്കേണ്ടതേ കേട്ടുവിടൂ, പറയേണ്ടതേ പറഞ്ഞുവിടൂ, ഇങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. പിന്നെ അവിടെ കർഷക അവാർഡ് കിട്ടിയ ഭാസ്കരൻ മാഷ് നമ്മൾ പരിചയപ്പെട്ടു. മാഷ് നമുക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നു, പാട്ടുകൾ പാടിച്ചു. അങ്ങനെ കുറേ എൻജോയ് ചെയ്തു നമ്മളിവിടെ. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല എല്ലാം കറങ്ങി നല്ലൊരു എൻജോയ്മെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ GFHS ബേക്കലിലെ ഗണിതാധ്യാപകനാണ്. നമ്മൾ പല സ്കൂളുകളിൽ നിന്നായിട്ട് കുട്ടികളെ ആശ്രമത്തിലേക്ക് സന്ദർശിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് GFHS ബേക്കലിന് ആദ്യമായിട്ടാണ് കുട്ടികളെയും കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഭാസ്കരൻ മാഷുടെയും അതുപോലെ ശ്രീധരൻ സാറിൻ്റെയും രുക്മിണി ടീച്ചറുടെയും വളരെ സ്നേഹം നുകരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും വരേണ്ട ഒരു ആശ്രമമാണ് ഇത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ പ്രശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം പ്രകൃതിയെ അറിയാനും തൊട്ട് തലോടിക്കൊണ്ടുള്ള ഈ ഒരു വനയാത്രയുടെ പ്രതീതി നമുക്കിതിൽ ലഭിക്കേണ്ടായി. വളരെ ഞങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ അധ്യാപകരായ ഞങ്ങളും വളരെ സന്തോഷവാന്മാരാണ്. ഈ ആശ്രമത്തിലെ പരിചരണവും അതുപോലെ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ സ്നേഹവും ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പസമയം നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് തികച്ചും ധന്യമാണ്. നമുക്ക് ഇങ്ങനെയുള്ളൊരവസരം നൽകിയ സർവശക്തനോട് എല്ലാം നന്ദി പറയുന്നു. അതുപോലെ ഈ ആശ്രമത്തിൻ്റെ സംഘാടകർക്കും അതിൻ്റെ ഞങ്ങളുടെ നന്ദಿ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ನನ್ನ ಹೆಸರು ವೈಭವ್. ನಾನು GFHSS ಬೇಕಲ್ ಶಾಲೆಯ 10ನೇ ಕ್ಲಾಸ್ ತರಗತಿಯಲ್ಲಿ ನಾನು ಕಲಿಯುತ್ತಿದ್ದೇನೆ. ನನ್ನ ಶಾಲೆಯಿಂದ ಇಂದು ನಮಗೆ ಆನಂದಾಶ್ರಮಕ್ಕೆ ಕರೆದು ಬಂದಿದ್ದರು. ಇಲ್ಲಿ ಬಂದ ಕೂಡಲೇ ರುಕ್ಮಿಣಿ ಟೀಚರ್ ನಮಗೆ ಇಲ್ಲಿನ ಎಲ್ಲ ಜಾಗಗಳನ್ನು ಕಾಣಿಸಿಕೊಟ್ಟರು. ಇಲ್ಲಿನ ಗೋಶಾಲೆಗೆ ಹೋಗಿ ಅಲ್ಲಿ ನಾವು ಹಲವಾರು ಗೋಗಳನ್ನು ಕಂಡೆವು. ಒಂದನ್ನು ನಮಸ್ಕರಿಸಿ ನಾವು ಬಂದೆವು. ಮತ್ತು ಕ್ಲಾಸಿನಲ್ಲಿ ಭಾಸ್ಕರ ಮಾಷ್ ನಮಗೆ ತುಂಬ ಪದ್ಯಗಳನ್ನೆಲ್ಲ ಹೇಳಿಕೊಟ್ಟಿದ್ದರು. ಇದರಲ್ಲಿ ನಮಗೆ ಸಮಯ ಹೋದದ್ದು ಗೊತ್ತಾಗಲಿಲ್ಲ. ಇಲ್ಲಿನ ಊಟ ಬಹಳ ಅದ್ಭುತವಾಗಿತ್ತು. ನನಗೆ ಇನ್ನೊಂದು ಬಾರಿ ಚಾನ್ಸ್ ಸಿಕ್ಕರೆ ನಾನು ಬರುತ್ತೇನೆ. എൻ്റെ പേര് ശ്രീഹരി ശശി. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ബേക്കലം ഫിഷറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ആനന്ദാശ്രമത്തിൽ വരുന്നത്. വന്നപ്പോൾ തന്നെ ഈ അറ്റ്മോസ്ഫിയറായിട്ട് ഞാനങ്ങ് ഇണങ്ങിപ്പോയി. അടിപൊളിയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം. ഇന്ന് ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, അങ്ങനെയില്ല എല്ലാം ഇഷ്ടപ്പെട്ടു. അതിനെന്താ പ്രത്യേകം ഒന്നും പറയാൻ എനിക്കില്ല. അടിപൊളിയാണ് ഇവിടുത്തെ. ഏതെങ്കിലും ഒരു പോയിന്റ് പറയണംപ്പാ. ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് വെച്ചാൽ
ഇന്ന് ഞങ്ങളോട് പറഞ്ഞു കണ്ണടച്ചിട്ടൊന്ന് നമുക്കൊന്ന് വനത്തിലേക്ക് പോകാം. അങ്ങനെ സങ്കല്പത്തിലുള്ള ഒരു വനത്തിലേക്ക് ഞങ്ങൾ പോയി. അതിൽ തന്നെ നല്ലൊരു ഇത് എനിക്ക് കിട്ടിയിരുന്നു. അടിപൊളി ക്ലാസ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ് ആനന്ദാശ്രമം. പോയിന്റ് ഏത് ഒരു പോയിന്റ് പറയണം. അതന്നെ ഏത് വനത്തിലേക്ക് പോയത് കണ്ണടച്ചിട്ട്. ഓ ശരി. Hello everybody, I am Harshavardhan, SM from GFHS Baker. Today morning we came to Anand Ashrama, a Matta near in Kerala. We had a very nice experience. We didn't know when the time passed. So I request every individual to come and have a visit over here.